بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ലോകപ്രശസ്തനായ ഒരു ഇസ്ലാമിക് സ്കോളറുടെ പ്രസംഗവേദിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സഹോദരിയുടെ വീഡിയോ ഇൻ്റർനെറ്റ് മീഡിയകളിലൂടെ പ്രചരിക്കപ്പെട്ടപ്പോൾ കണ്ടത് ഓർമ്മ വരികയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പതിനായിരക്കണക്കിന് കണ്ണുകൾ സാക്ഷി നിൽക്കെ വേദിയിൽ നിന്ന് പ്രാസംഗികൻ ഷഹാദത്തിൻ്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിതുമ്പുന്ന മനസ്സുമായി നിറയുന്ന കണ്ണുകളുമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സഹോദരി, ചൊല്ലിക്കൊടുക്കുന്ന പ്രാസംഗികനും
ഏറ്റുപറയുന്ന രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ്, വിതുമ്പിക്കൊണ്ടാണ് വാചനങ്ങൾ പൂർത്തിയാക്കുന്നത്. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എത്രയോ തവണകളിൽ ഷഹാദത്തിൻ്റെ കലിമ ചൊല്ലിയവരാണ് നമ്മൾ. എപ്പോഴെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൻ്റെ കലിമ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ്റെ മദീനത്തെ പള്ളിയിൽ സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ പ്രവാചകൻ ഇരുന്നിരുന്ന സദസ്സ് കാണുമ്പോൾ, പ്രവാചകൻ്റെ ഖബറ് കാണുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എത്രയോ തവണ കേട്ടവരാ നമ്മൾ. ജാഹിലിയത്തിൻ്റെ ആ ഇരുൾപ്പാടിൽ നിന്നും മക്കയിലെ മുശ്രിക്കുകൾ പ്രഖ്യാപിച്ച വലിയ ഒരു സമ്മാനം ലക്ഷ്യമാക്കിക്കൊണ്ട് എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് ഓടി നടന്നിരുന്ന ഉമർ. പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അമാനുഷികത കൊണ്ട് സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാമിൻ്റെ സത്യം മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ സദസ്സിൽ കടന്നു വന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, ലൻ തഅഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കെൻ്റെ ആത്മാവ് കടിഞ്ഞാൽ, എനിക്കെൻ്റെ ശരീരം കടിഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, പിന്നീട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണെന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഉമറേ, അങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെയല്ല ഉമറേ നീ പറയേണ്ടത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്, നീ നിന്റെ ശരീരത്തേക്കാൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. വല്ലാഹി ലൻ തഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി. വീണ്ടും ഉമർ റളിയല്ലാഹു തിരുത്തി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കെൻ്റെ സ്വന്തത്തേക്കാൾ അങ്ങയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് തിരുത്തി പറഞ്ഞൊരു സംഭവം. എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സംഭവം സൂചിപ്പിച്ചത്? വിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിൻ്റെ 6-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനുകൾക്ക്, സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ ഉപരിയായി അവർ സ്നേഹിക്കേണ്ടത്, അവർ ഇഷ്ടപ്പെടേണ്ടത് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ട് 1400-ലധികം വർഷങ്ങളായി. ഹിജറയുടെ 11-ാമത്തെ വർഷം റബിയുൽ അവ്വൽ മാസത്തിൻ്റെ 12-ാമത്തെ ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്കിപ്പുറം 1400 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോഴും എവിടെയും ഏത് സദസ്സിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ എവിടെയൊക്കെയോ ജീവിച്ചുകൊണ്ടിരിക്കുന്നുവോ അവിടെയെല്ലാം പ്രവാചകന്റെ നാമം കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് ചൊല്ലുന്നു, പ്രവാചകന്റെ പേരിൽ സലാം ഓതുന്നു. ആ പ്രവാചകന്റെ നാമം സ്മരിക്കാത്ത ഒരു സമയമില്ല, ആ പ്രവാചകന്റെ നാമം സ്മരിക്കാത്ത ഒരു മുസ്ലിമില്ല. അത്രയ്ക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. ആർക്കും ആ വിഷയത്തിൽ സംശയമില്ല. പ്രവാചകനെ ഇഷ്ടപ്പെടണമെന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കാരണം നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ, നമ്മുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത്.
കാരണം പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ നമ്മളെ അള്ളാഹുവും ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആല ഇമ്രാനിൻ്റെ 31-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നബിയെ, വിശ്വാസി സമൂഹത്തോട് നിങ്ങൾ പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്നെ പിൻപറ്റണം. അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റിയാൽ മാത്രമേ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സ്വന്തം ശരീരത്തെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും സ്വന്തം ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം എന്നെയാകുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും മുഅ്മിനാവുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും എല്ലാറ്റിനും ഉപരിയായി ഒന്നാമതായി നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്കിൽ മാത്രമേ നമ്മൾ മുഅ്മിനാവുകയുള്ളൂ. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു? ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നു. എന്താണ്? അയ്യകൂനല്ലാഹ വ റസൂലഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹു. അല്ലാഹും റസൂലും മറ്റെന്തിനേക്കാളും അവൻ ഇഷ്ടപ്പെട്ടതാവുക എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ആ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു പ്രവാചകന്റെ അനുചരന്മാർ, സഹാബികൾ. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചു. മാത്രമല്ല, ആ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ടും ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ വിഭാഗമാണവർ. വിശുദ്ധ ഖുർആനിൻ്റെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയുടെ 100-ാമത്തെ വചനത്തിലൂടെ ആ സ്വഹാബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തുന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നു പോയ ആളുകൾ, തബഊഹും ബിഇഹ്സാനിൻ, നന്മയുടെ വഴിയിൽ അല്ലാഹുവിൻ്റെ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ, റളിയല്ലാഹു അൻഹും വറളൂ അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടവരാ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട്, പ്രവാചകനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, പ്രവാചകന്റെ ഇത്തിബായിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ ആളുകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശ്വാസികളാണെന്ന പേര് വെച്ച് നടക്കുന്നവരാണ്, മുസ്ലിമാണെന്ന പേര് വെച്ച് നടക്കുന്നവരാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ സഹാബികൾ ആ പ്രവാചകനെ സ്നേഹിച്ചു. ആ പ്രവാചകൻ കൊണ്ടുവന്ന മഹത്തായ ആദർശത്തെയും അവർ സ്നേഹിച്ചു.
ആ പ്രവാചകൻ എന്തു പറഞ്ഞോ അത് ചാണിന് ചാണായും മുടത്തിന് മുടമായും തങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ, തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വെമ്പൽ കൊണ്ട വിഭാഗമായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മുത്തബിഉസ് സുന്ന എന്ന പേരിലാ. എന്താ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന ഇബ്നു ഉമറിന് മുത്തബിഉസ് സുന്ന എന്ന പേര് കിട്ടാനുള്ള കാരണം? പ്രവാചകൻ നടന്ന വഴിയിലൂടെ നടക്കാൻ, പ്രവാചകൻ സുജൂദ് ചെയ്തിടത്ത് സുജൂദ് ചെയ്യാൻ, ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം വഴികളിൽ, ഏതെല്ലാം മേഖലകളിൽ പ്രവാചകന് അനുധാവനം ചെയ്യാൻ കഴിയുമോ, പ്രവാചകൻ നടന്നതുപോലെ നടക്കാൻ, പ്രവാചകൻ കിടന്നതുപോലെ കിടക്കാൻ, ഇങ്ങനെ കഴിവിൻ്റെ പരമാവധി പ്രവാചകൻ അനുധാവനം ചെയ്ത ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ നമ്മളാകട്ടെ, നമ്മളൊക്കെ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ പലപ്പോഴും കഴിഞ്ഞുകൂടുന്നത്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്, ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, ഇന്നതൊക്കെ കഴിക്കാൻ പാടില്ല, ഇന്നത് ചിന്ന രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെയും പലപ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാ, അല്ലേ? നിസ്കാരം ഒഴിവാക്കാൻ എന്തെങ്കിലും മസ്അലകൾ അന്വേഷിക്കുന്നവരാ നമ്മൾ. സക്കാത്തിന്റെ നിർബന്ധിത അവസ്ഥയിൽ നിന്ന് ഒഴിവാകാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടായാൽ അതിലൂടെ ഇറങ്ങിക്കടക്കാൻ ശ്രമിക്കുന്നവരാ നമ്മൾ. നോമ്പൊഴിവാക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാ നമ്മൾ. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വഴികളിലൂടെ ഇസ്ലാമിൻ്റെ വഴിയിൽ നിന്ന് ഊർന്നിറങ്ങാൻ, പ്രവാചകനെ പിൻപറ്റുന്ന വഴികളിൽ നിന്ന് ഊർന്നിറങ്ങാൻ ശ്രമിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ നമ്മൾ. എന്നാലോ ആ പ്രവാചകനാകട്ടെ എത്രയാണ് നമ്മളെ സ്നേഹിച്ചത്, ആ പ്രവാചകൻ എത്രയാണ് നമ്മളെ സ്നേഹിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ അറഫയിൽ ഒരുമിച്ചു കൂടുന്ന അന്ന് മുതൽ ഇലാ യൗമിൽ ഖിയാമ, ആ അറഫയിൽ ഒരുമിച്ചു കൂടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു പോയി. നിങ്ങൾ ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. മാത്രമല്ല നാളെ പരലോകത്ത് ആരുടെയും ശുപാർശകളും ആരുടെയും റെക്കമെൻഡുകളും വില പോകാത്ത ഒരു ദിവസം ഈ ഉമ്മത്തിനു വേണ്ടി ശുപാർശ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുകയാ, നിങ്ങളാകട്ടെ തെറ്റിന് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാ, എൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്നവരാണ് നിങ്ങളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു പോയി. ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. അതേ പ്രവാചകന്റെ കയ്യിൽ നിന്ന് നാളെ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. ആ പ്രവാചകന്റെ കൈകളിൽ നിന്നാണ് മുസ്ലിം ഈ ഉമ്മത്തിനുള്ള ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ കൈകളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള തൗഫീക്ക് നാം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നമ്മുടെ നാടുകളിൽ വ്യത്യസ്തമായ സംഘടനകളുടെ ഈ മതത്തിൻ്റെ പേരിൽ തന്നെ ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന വിഷയത്തിലും ആ പ്രവാചകനെ ഇഷ്ടപ്പെടണമെന്ന വിഷയത്തിലും ആ പ്രവാചകനെ അനുധാവനം ചെയ്യണമെന്ന വിഷയത്തിലും ആർക്കും തർക്കമില്ല. മറ്റു ചില വിഷയങ്ങളിൽ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം, പ്രവാചകനെ ഇഷ്ടപ്പെടണം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എങ്ങനെയാ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, യുഹിബ്ബുകുമുല്ലാഹ്, അങ്ങനെയെങ്കിൽ അള്ളാഹുവും നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പറയുന്നു. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടത്?
വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനയാ. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ് നമുക്ക്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നമസ്കരിക്കുന്നത് എപ്രകാരമാണോ നിങ്ങൾ കണ്ടത് അപ്രകാരം നിങ്ങളും നമസ്കരിക്കണേ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളും നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനയാണ് നമസ്കാരമെന്ന്. ആ നമസ്കാരത്തിൻ്റെ രൂപവും ആ നമസ്കാരത്തിൻ്റെ സമയവും ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകളും അതിൻ്റെ എല്ലാം കൃത്യമായ ചിട്ടവട്ടങ്ങളോടുകൂടി പഠിപ്പിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യത വേണം. എനിക്കും നിങ്ങൾക്കും തോന്നുന്ന സമയങ്ങളിലല്ല നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടത്. നമ്മുടെ ജോലി തിരക്കുകളോ നമ്മുടെ ഓഫീസിലെ സമയങ്ങൾക്കനുസരിച്ചോ അല്ല നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടത്. കാരണം അത് സമയം നിർണയിക്കപ്പെട്ടൊരു ആരാധനാ കർമ്മമാ. അത് ആ സമയത്ത് നമ്മൾ അനുഷ്ഠിക്കണം. ആ സമയത്ത് തന്നെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം കണിശത പുലർത്താൻ, അതിലൂടെ പ്രവാചകനെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാറുണ്ടെന്ന്, എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് നന്നായിരിക്കും. അവിടെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപേണയാണോ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചത് അതുപോലെയായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിനുള്ള വസ്ത്രധാരണയുടെ കോഡ് നമ്മളെ പഠിപ്പിച്ചില്ലേ? പുരുഷനാണെങ്കിൽ അവൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. സ്ത്രീയാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ നിമ്നോന്നതികളും അവരുടെ ഔറത്തുകളും മറയുന്ന രൂപത്തിൽ അവരുടെ മുഖവും മുൻകൈയും അടിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കണം. ആരുടെയും മുഖത്തേക്ക് നോക്കണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും കൈകൾ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചൊന്നാലോചിച്ചു നോക്ക്, എൻ്റെ വസ്ത്രം എങ്ങനെയാണെന്ന്. പ്രിയപ്പെട്ട പുരുഷന്മാരെ, സഹോദരങ്ങളെ, എൻ്റെ വസ്ത്രം എപ്പോഴെങ്കിലും നെരിയാണിക്ക് താഴെ പോകാറുണ്ടോ? എൻ്റെ വസ്ത്രം എപ്പോഴെങ്കിലും ഇസ്ലാമികമായ മാനത്തിൽ നിന്ന് പുറകോട്ട് പോകാറുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കണം. നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കുന്നവൻ അവൻ നരകത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആലോചിക്കണം. മുഖവും മുൻകഴിയും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം മറക്കേണ്ടതാണ്, ഔറത്താണ്. പക്ഷേ ഔറത്തായ ഇസ്ലാമിക വസ്ത്രമായ പർദ പോലും ധരിച്ചിട്ട് മറ്റുള്ള സഹോദരങ്ങളുടെ കണ്ണുകളെയും മറ്റുള്ള സഹോദരങ്ങളുടെ മനസ്സുകളെയും വ്യഭിചാരത്തിലേക്ക്, മോശമായ ചിന്തകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രമാണോ എപ്പോഴെങ്കിലും നമ്മൾ ധരിക്കാറുള്ളത്? നമ്മുടെ മക്കൾ ധരിക്കാറുള്ളത്, നമ്മുടെ സഹോദരിമാർ ധരിക്കാറുള്ളത്, നമ്മുടെ ഉമ്മമാർ ധരിക്കാറുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ആ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ? ആരിയാത്തുൻ കാസിയാത്തുൻ. അവർ വസ്ത്രം ധരിച്ച നഗ്നകളാണ് അവരെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ലഭിക്കില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും സാധിക്കണം. ഇനി മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ അടയാളമാണ് അവൻ്റെ മുഖത്തിലുള്ള താടിയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? ഖസ്സുശാരിബ്, മീശ ചുരുക്കുകയും താടിയെ വിടുകയുമാണ് വേണ്ടത്. പലപ്പോഴും ഇന്ന് മീശയും താടിയുമെല്ലാം വടിച്ചു വെടുപ്പാക്കി ജൂതന്മാരുടെ അടയാളങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട എത്ര ആളുകളാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാ പ്രവാചകനെ സ്നേഹിക്കുന്നത്? പ്രവാചകൻ പഠിപ്പിച്ച വഴികളിലൂടെ സഞ്ചരിക്കുക, ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക.
ഇതാണ് പ്രവാചകനെ സ്നേഹിക്കാനുള്ള വഴി. അതല്ലാതെ പ്രവാചകനെ സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനും വേറെ കുറുക്കുവഴിയൊന്നുമില്ല. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാലിക് റളിയല്ലാഹു അൻഹു അബൂ മാലിക്കുൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, യഖൂലു ലയകൂനുന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഹംറ വൽ മആസിഫ. എൻ്റെ ഉമ്മത്തിന് ഒരു കാലം വരാനുണ്ട്. ആ കാലം വന്നാൽ പട്ടും അതുപോലെ തന്നെ പന്നിമാംസവും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും മ്യൂസിക് പോലുള്ള ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും ഈ പറഞ്ഞതിൽ ഏതിൻ്റെയും എങ്കിലും അടിമകളായി അതിനുള്ള അഡിക്റ്റുകളായി പലപ്പോഴും നമ്മൾ മാറുന്നു. മ്യൂസിക്കിന് ഇന്ന് ഇസ്ലാം പഠിച്ച പരിശുദ്ധമായ മതം പഠിച്ച പുരോഹിതന്മാർ പോലും അനുമതി മൂടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാടുകളിലൊക്കെയും മതസംഘടനകളുടെ പേരിൽ പുറത്തിറക്കുന്ന ഗാനസമാഹാരങ്ങളിൽ പോലും നല്ല നല്ല മ്യൂസിക്, ഇമ്പമാർന്ന മ്യൂസിക്കുകളുള്ള മനസ്സുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള മ്യൂസിക്കുകൾ ചേർത്തുകൊണ്ടാ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പഴയ കാലത്തൊക്കെ പാടിയിരുന്ന മാലമൗലൂദുകൾ പോലും ഇന്ന് പുതിയ ആധുനിക ശൈലികളിലേക്ക് ആക്കണമെന്ന്, ആധുനിക ശൈലികളിലേക്ക് കൊണ്ടുവരണമെന്ന് പൊതു സ്റ്റേജുകളിൽ നിന്ന് പോലും പണ്ഡിതന്മാർ പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് അവന് ഹറാമാ, പട്ട് അവന് ഹറാമാ, പന്നിമാംസം അവന് ഹറാമാ, കള്ള് അവന് ഹറാമാ. പക്ഷേ ഇതെല്ലാം ഹലാലാക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മളൊക്കെയും പലപ്പോഴും ആ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചില്ലേ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, കച്ചവടത്തെ ഹലാലാക്കിയിരിക്കുന്നു, പലിശയെ ഹറാമാക്കിയിരിക്കുന്നു. ഇന്ന് പല പേരുകളിലും പലിശയുമായി ഇടപെടുന്നവരാ നമ്മൾ. പ്രിയപ്പെട്ടവരെ, പലിശയുടെ ഏറ്റവും ചെറിയ മേഖലയോട്, പലിശയുടെ ഏറ്റവും ചെറിയ കാര്യത്തോട് ഇടപെടുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആ നിലക്ക് പലിശയോട് ഇടപെടുന്നവരാണോ നമ്മൾ? സാമ്പത്തിക രംഗത്ത് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാത്തവരാണോ നമ്മൾ? എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാവുക? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഹുബ്ബ് റസൂൽ ഉണ്ടാവുക? ആലോചിക്കണം നമ്മൾ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ജൂതന്മാരുടെയും നസ്രാണികളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ കടമെടുക്കുന്ന ഒരു കാലം വരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇന്ന് മുസ്ലിം വീടുകളിൽ വലിയ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലാ? ബർത്ത്ഡേ ആഘോഷങ്ങളുടെ പേരിലാ. നമ്മുടെ മദ്രസകളിലേക്ക് പോലും പലപ്പോഴും മകൻ്റെയും മറ്റും ബർത്ത്ഡേയുടെ പേര് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കൾ മിഠായി കൊടുത്തയക്കുകയാ. വീടുകളിലും ഫ്ലാറ്റുകളിലും കേക്ക് മുറിച്ചുകൊണ്ട് മെഴുകുതിരികൾ ഊതിക്കെടുത്തിക്കൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുകയാ. എവിടെ നിന്ന് കടന്നു വന്നതാ ഈ സംസ്കാരങ്ങൾ? ഇത്തരത്തിലുള്ള അന്യമായ ഇസ്ലാമിന് അന്യമായ സംസ്കാരങ്ങളും ആചാരങ്ങളും ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന നമ്മളെങ്ങനെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവരാകും? നമുക്കങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കഴിയും? നമുക്കങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും? എവിടെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചത്? ഏത് രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചു എന്ന് നമുക്ക് പറയാൻ അവകാശമുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവർ സ്നേഹിച്ചതുപോലെ ഒരിക്കലും നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ചരിത്രങ്ങളാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകനെ സ്നേഹിച്ച സഹാബികൾ
എത്രയോ തവണ കേട്ട ചരിത്രമാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന് ഒരു അംശമെങ്കിലും ഒന്ന് കൂടിക്കിട്ടാൻ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. എത്രയെത്ര സംഭവങ്ങളാ ഇസ്ലാമിൻ്റെ ജാഹിലിയ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും പിടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ടീം പിടിച്ചു. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹിജറ പോയിട്ടുള്ള കാലമാണ്. എന്നിട്ട് ഇവർ തൂക്കിലേറ്റാൻ വേണ്ടി റെഡിയാക്കി നിർത്തി. എന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹുബൈബേ, ഇങ്ങനെ തൂക്കുമരം മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് നിന്നോട് ചോദിക്കാനുള്ളത് എന്താ അറിയോ? നീ ഈ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദും നീ നിന്റെ വീട്ടുകാരുടെ കൂടെയാണെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക്, എന്തായിരിക്കും അത് നിനക്ക് സന്തോഷം നൽകുകയില്ലേ എന്ന് ചോദിച്ച സമയത്ത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറച്ചു എന്ന് പറഞ്ഞാൽ പോലും, ഒരു മുള്ള് തറച്ചു എന്നറിഞ്ഞാൽ പോലും അതെന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹു പലതവണ പിന്തിരിപ്പിച്ചു. ഒന്ന് മാറ്റിപ്പറഞ്ഞേക്ക്, ഒരു നിമിഷം നേരത്തേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഒന്ന് മാറ്റിപ്പറഞ്ഞേക്ക്. ഹുബൈബേ, നിനക്ക് നിന്റെ ജീവിതം തിരിച്ചു തരാം. ഇല്ല, നിങ്ങൾ എന്ത് ഓഫർ ചെയ്താലും, എൻ്റെ ജീവിതം വെച്ച് എനിക്ക് ഓഫർ ചെയ്താലും അതിനപ്പുറത്തേക്ക് എനിക്കൊന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് കൂടെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാ പ്രവാചകനെ സ്നേഹിക്കുന്നത്? എന്ത് സ്നേഹമാ നമുക്ക് പ്രവാചകനോടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആദ്യം അബീസീനയിലേക്ക് ഹിജറ പോയി. ഹിജറ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലേ, നമ്മളൊക്കെ ഇപ്പോൾ കോബാറിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും ബസ്സിൽ യാത്ര ചെയ്ത് യാത്ര പോകാറുണ്ട്. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവർ, കിലോമീറ്ററുകൾ യാത്ര. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര തന്നെ ആലോചിച്ചു നോക്ക്. നമ്മൾ ഇന്ന് വാഹനത്തിൽ 4-5 മണിക്കൂർ എടുത്ത് അതിവേഗതയുള്ള എക്സ്പ്രസ് ഹൈവേകളിലൂടെ, ആധുനിക സൗകര്യങ്ങൾ സംവിധാനിച്ച AC വാഹനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് 4-5 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്യുന്ന ദൂരങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എത്ര പ്രയാസത്തോടുകൂടി ഒട്ടകപ്പുറങ്ങളിലും കാൽനടകളുമായി കൊണ്ട് അവർ ഈ ത്യാഗം സഹിച്ചത്. ആ പ്രവാചകനെ പിന്തുടർന്ന സഹാബികൾ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മു സലമ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളൊന്നും ഒരിക്കലും നമുക്ക് കരയുന്ന കണ്ണുകളോടുകൂടിയല്ലാതെ ഓർക്കാൻ കഴിയില്ല, സ്മരിക്കാൻ കഴിയില്ല. അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചു. ഒരിക്കലും അവർ സ്നേഹിച്ചതിൻ്റെ ഒരു അംശത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല പ്രിയപ്പെട്ടവരെ. ആലോചിച്ചു നോക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിജറ പോകാൻ തീരുമാനിച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. രണ്ടുപേരും വീട് വിട്ടിറങ്ങാൻ റെഡിയായി. പക്ഷേ ഉമ്മു സലമയുടെ വീട്ടുകാർ തടഞ്ഞു വെച്ചു അബൂ സലമയെ. എന്നിട്ട് പറഞ്ഞു, നീ വേണമെങ്കിൽ പൊക്കോ, ഉമ്മു സലമയെയും മകളെയും ഞങ്ങൾ തരില്ല, അവർ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടതാ. അബൂ സലമ റളിയല്ലാഹു അൻഹു മാത്രം മദീനയിലേക്ക് പോയി, മനമില്ലാ മനസ്സോടുകൂടി. ഉമ്മു സലമയും കുഞ്ഞും മക്കയിലാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ദീർഘമായ ദിവസങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് സമരം ചെയ്തു മദീനയിലേക്ക് ഹിജറ പോകാൻ. അവസാനം ഗത്യന്തരമില്ലാതെ വീട്ടുകാർ പറഞ്ഞയച്ചു, പൊക്കോ. ആലോചിച്ചു നോക്ക്, സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും എത്രയാ. ഉമ്മു സലമയെയും മകനെയും തമ്മിൽ അകറ്റി. ഉമ്മയെയും മക്കളെയും തമ്മിൽ അകറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കണം. എത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാ അവർ പ്രവാചകനെ പിൻപറ്റിയത്, പ്രവാചകനെ സ്നേഹിച്ചത് നമ്മൾ ആലോചിക്കണം.
ഒരിക്കലും നമ്മുടെ സ്നേഹങ്ങളൊന്നും അവിടത്തേക്ക് എത്തുകയില്ല. ആ ഒരു തരത്തിലേക്ക് പോകാൻ നമ്മളെ കൊണ്ടൊന്നും ജീവിതത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബദറിന്റെ ചരിത്രം നമുക്കറിയാം. അപ്രതീക്ഷിതമായ ഒരു ഘട്ടത്തിലുണ്ടായ ബദർ യുദ്ധം. സഹാബികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 ചില്ലാനും വരുന്ന സഹാബികൾ, അൻസാരികളുടെ ഭാഗത്ത് നിന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നീട്ടുന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഒരു കടലിന്റെ ആഴിയിലേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത്? അതിലേക്കും നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ ഞങ്ങൾ ഒരുക്കമാ പ്രവാചകരെ. ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഇദ്ഹബ് വറബ്ബുക വഖാതിലാ ഇന്നാ ഹൗനാ ഖായിദൂൻ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല പ്രവാചകരെ. മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹം പറഞ്ഞു, മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യേ, ഞങ്ങളിവിടെ നോക്കി നിൽക്ക എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം. ബദറിന്റെ രണാങ്കണ ഭൂമിക്ക് തൊട്ടടുത്ത് അൻസാരികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ടെന്റ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി പ്രവാചകരെ, ഞങ്ങളങ്ങ് പോയിട്ട് യുദ്ധം ചെയ്യാം. മാത്രമല്ല അങ്ങേക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഏതാനും പടയാളികളെ ഞങ്ങൾ നിർത്തുകയും ചെയ്യാം. എങ്ങാനും യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയുടെ കൂടെ നിൽക്കുന്ന പടയാളികളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് മദീനയിലേക്ക് പോകണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അവിടെ നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് പ്രവാചകരെ. അങ്ങ് അവരുടെ കൂട്ടത്തിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട സ്വഹാബികളുടെ, അൻസാരികളുടെ ചരിത്രം. അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയുക? അവരുടെ പ്രവാചക സ്നേഹത്തിന്റെ ഒരു അംശം പോലും നമ്മളെ കൊണ്ട് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ മുസ്ലിം സൈന്യം പരാജയം രുചിച്ച യുദ്ധമല്ലേ ഉഹുദിന്റെ രണാങ്കണ ഭൂമി? ജബലുർ റുമാത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിന്യസിച്ച 50 സംഘം താഴേക്ക് ഇറങ്ങിപ്പോരുകയും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിം സൈന്യത്തെയും വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു സംഭവം ഉഹുദിന്റെ രണാങ്കണ ഭൂമി. ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. 4 ഭാഗത്തോടുകൂടി ശത്രു സൈന്യം മുസ്ലിം സൈന്യത്തെ സമീപിച്ചപ്പോൾ സ്വഹാബികൾ മുഴുവൻ, മുസ്ലിം സൈന്യം മുഴുവൻ ചിതറിയോടി. അവിടെ ആരോ പറയപ്പെട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല ചെയ്യപ്പെട്ടുവെന്ന്. പലരും തങ്ങളുടെ പഴയ മതങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് പേടിച്ച ഘട്ടം. അവിടെയാണ് ശത്രുക്കളുടെ മുഴുവൻ ഭാഗത്തു നിന്നും ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ശത്രുക്കൾ അമ്പ് നെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വെട്ടിക്കൊണ്ടിരിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ. ആ പ്രവാചകന്റെ ചുറ്റും ഏതാനും സ്വഹാബികൾ മാത്രമാണ്. 7 എന്നും 8 എന്നും 9 എന്നും അഭിപ്രായങ്ങളുണ്ട്. അവർ പ്രവാചകന്റെ ചുറ്റും നിന്നുകൊണ്ട് പ്രവാചകന്റെ നേരെ വരുന്ന വെട്ടുകളെ തടുക്കുകയാ. മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹുവക്കെയും അദ്ദേഹത്തിന്റെ ഉഹുദിന്റെ രണാങ്കണ ഭൂമിയിൽ 70-ലധികം വെട്ടുകൾ, അദ്ദേഹത്തിന്റെ വെട്ടുകളും മുറിവുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ പ്രവാചകനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അതിനു ചുറ്റും സ്വഹാബികൾ പ്രതിരോധിക്കുകയാണ്. പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകൾ ഇവരുടെ ഹൃദയത്തിലേക്കാണ് തറക്കുന്നത്. പ്രവാചകന് നേരെ വരുന്ന വെട്ടുകൾ സ്വന്തം കൈകൾ കൊണ്ട് തടുക്കുന്ന സ്വഹാബികൾ. ആ ഉഹുദിന്റെ രണാങ്കണ ഭൂമിയിൽ വലിയ മുറിവുകൾ ഏറ്റുകൊണ്ടൊരു മഹാനായ സ്വഹാബി, അദ്ദേഹം ഉഹുദിന്റെ രണാങ്കണ ശേഷം രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ആ സമയത്ത് ആരോ കടന്നു വന്ന് ചോദിച്ചു. അത് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനോടാണെന്ന് അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത്രയും മാരകമായ രൂപത്തിലുള്ള വെട്ടുകളും കുത്തുകളും അമ്പുകളും ഏൽക്കുമ്പോൾ എന്താ പിറകോട്ട് പോകാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരിതമായത്?
അവർ പറയുകയാണ്, ഞാനൊരു നിമിഷം ഒന്ന് പുറകോട്ട് പോയാൽ, ഞാനൊരു നിമിഷം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ വെട്ടേൽക്കുന്നത്, ആ കുന്തമേൽക്കുന്നത് അത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്കായിരിക്കും, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്കായിരിക്കും. അദ്ദേഹം പറയുകയാണ്, ലഹരി ലഹരി ദൂന ലഹരിക യാ റസൂലല്ലാഹ്, ഖൽബി ഖൽബി ദൂന ഖൽബിക യാ റസൂലല്ലാഹ്. എൻ്റെ ശരീരം അതിനേക്കാൾ എനിക്ക് വലുത് അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഖൽബിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഹൃദയമാണ്, അങ്ങയുടെ ശരീരമാണ്. ലഹരി ലഹരി ദൂന ലഹരിക യാ റസൂലല്ലാഹ്, ഖൽബി ഖൽബി ദൂന ഖൽബിക യാ റസൂലല്ലാഹ്. എൻ്റെ ഖൽബിന്, എൻ്റെ ഹൃദയത്തിന് വെട്ടേൽക്കുന്നത് എനിക്ക് പ്രശ്നമല്ല, എൻ്റെ ശരീരത്തിന് എനിക്ക് വെട്ടേൽക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. പക്ഷേ പ്രവാചകരെ, അങ്ങയുടെ നെഞ്ചത്തേക്ക് വെട്ടേൽക്കുന്നത്, അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൊരു പോലും ഏൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ആ ഉഹുദിന്റെ രണാങ്കണ ഭൂമിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാരിക്കുടിയിൽ വീഴുകയും മാരകമായ മുറിവേൽക്കുകയും ചെയ്തു. പ്രവാചകന്റെ പടത്തൊപ്പിയുടെ ആണി പ്രവാചകന്റെ ശരീരത്തിൽ തലയുടെ ഭാഗത്ത് തറച്ചു. ഉഹുദിന്റെ രണാങ്കണ ഭൂമിക്ക് ശേഷം സ്വഹാബികൾ പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ മുറിവുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകന് വലിയ പ്രയാസമുണ്ടാക്കിക്കൊണ്ട് ഒരു ആണി, പടത്തൊപ്പിയുടെ ആണി ഓരോരുത്തർ കൈകൊണ്ടെടുക്കാൻ വേണ്ടി കടന്നു വന്നു. അപ്പോഴാണ് ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുന്നത്, വേണ്ട, അത് കൈകൊണ്ടെടുക്കണ്ട, അത് കൈകൊണ്ടെടുക്കണ്ട, അത് കൈകൊണ്ടെടുത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ വേദനിക്കും എന്ന് കടന്നു വന്നിട്ട് തൻ്റെ മുൻപല്ലുകൾ കൊണ്ട് ആ പ്രവാചകന്റെ ശരീരത്തിൽ തറച്ച ആണികൾ കടിച്ചു പറിച്ചെടുത്തുവെന്നും, ആ മുഖത്തു നിന്ന് ആ ആണി തുപ്പുമ്പോൾ ആ സ്വഹാബിയുടെ വായിൽ നിന്ന് 2 പല്ല് താഴേക്ക് വീണുപോയി എന്നും ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിപ്പിക്കും. നമ്മൾ ആലോചിച്ച് നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ശരീരത്തെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ലെന്ന് പറയുമ്പോൾ ആ സ്വഹാബികൾ സഹിച്ച ത്യാഗത്തോളമൊന്നും ത്യാഗം ഇന്ന് നമുക്ക് സഹിക്കേണ്ടതില്ല, ഒന്നുമില്ല. നമുക്ക് ചെയ്യേണ്ടത് അത്ര കുറച്ചാ. പക്ഷേ എന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ പ്രിയപ്പെട്ടവർ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചക സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? പ്രവാചകൻ പഠിപ്പിച്ച വഴികളിലൂടെ നടക്കുക, പ്രവാചകൻ പഠിപ്പിച്ച ആ രീതിയിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനുള്ള വഴി. പക്ഷേ നമുക്ക് എത്രത്തോളം ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എത്രത്തോളം സംഭവങ്ങൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുക പ്രവാചകന്റെ സദസ്സിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാലി അറാക മഹ്സൂന, മാലി അറാക മഹ്സൂന, സൗബാനെ, എന്താണ് അങ്ങ് വലിയ വിഷണ്ണനായി കൊണ്ടാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് അങ്ങേക്ക് ഇത്ര പ്രയാസം? സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കെപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം, എനിക്കെപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം പ്രവാചകരെ. അങ്ങയെ കാണാണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പോഴിതാ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കാം, അങ്ങയോട് കാര്യങ്ങൾ ചോദിക്കാം. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാലും എനിക്കിഷ്ടമുള്ളപ്പോൾ അങ്ങയെ കാണാൻ വരല്ലോ പ്രവാചകര്. പക്ഷേ അങ്ങോ ഞാനോ മരണപ്പെട്ടു പോയാൽ എനിക്കതിന് കഴിയാതെ വരുമല്ലോ പ്രവാചകരെ എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. പ്രവാചകരെ, ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ പ്രവാചകരെ, അതാണ് എന്നെ കരയിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രവാചകന്റെ മദീനത്തെ പള്ളി കാണുമ്പോൾ
പ്രവാചകന്റെ വീട് കാണുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? നമുക്കിന്ന് അതേ കാണാനുള്ളൂ. പ്രവാചകനെ മുമ്പിരുത്തിയിട്ട് പറയാ, പ്രവാചകരെ, അങ്ങയെ കാണാതെ ഈ ലോകത്തൊരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങ് മരിച്ചു പോയാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ അതിനാ കരയുന്നത്. പ്രവാചകന് പോലും ഉത്തരമുട്ടിയ സന്ദർഭം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആയത്തിറക്കുകയാണ്. ഏതാണ് ആയത്ത്? വിശുദ്ധ പ്രിയപ്പെട്ടവരെ, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഉലൈക ഹസുന ഉലൈക റഫീഖാ. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. പ്രവാചകനെ ഇഷ്ടപ്പെട്ട ആളുകൾ, പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ, അവർ ആരുടെ കൂടെയാ? അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നാളെ പരലോകത്ത് അമ്പിയാക്കളുടെ കൂടെയാണ്, പ്രവാചകന്റെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സ്വാദിഖ്യങ്ങളുടെ കൂടെയാണെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ഈ രൂപത്തിലൊക്കെ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും നീക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഖുറൈശികൾ ഒരു ദൂതനെ പറഞ്ഞയച്ചു. അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ചുറ്റുപാടുകളൊക്കെ അന്വേഷിച്ചു പോയിട്ട് അവിടെയുള്ള ഖുറൈശി നേതാക്കളോട് പോയി പറഞ്ഞ വർത്താനം എന്താ അറിയോ? കുറേ രാജാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ രാജാക്കന്മാർ സ്നേഹിക്കുന്ന അവരുടെ അടിമകളെയും അവരുടെ ജനങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇല്ല, മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ ഒരു വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബികൾ എത്രത്തോളമാണ് മാറിയത്? അവരെ കുറിച്ചല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. അവർക്ക് താഴ്ഭാഗത്തോടു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗം ഒരുക്കി വച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് ഉള്ളതെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നതായിരിക്കും. പ്രവാചകൻ മുസൈലിമ കള്ളപ്രവാചകനായി രംഗപ്രവേശനം ചെയ്ത സമയത്ത് പ്രവാചകൻ ഒരു സന്ദേശവുമായി, ഒരു കത്തുമായിട്ട് മഹാനായ ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു മുസൈലിമൻ്റെ സദസ്സിലേക്ക്. ഹബീബ് പ്രവാചകന്റെ കത്ത് വാങ്ങി വായിച്ചിട്ട് ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു തടവിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പതിരെ പറയുന്നത് എന്താ? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നല്ലേ? തിരുത്തി പറയും, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഹബീബെ നീ തിരുത്തി പറയാന്ന് പറഞ്ഞു. മഹാനായ ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു പറയാ, ഇല്ല, നീ പറയുന്നത് എന്താ എനിക്ക് കേൾക്കണില്ല. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസൈലിമ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കുക പോലും ചെയ്യുന്നില്ല മുസൈലിമ. മുസൈലിമ വീണ്ടും പറഞ്ഞു, ഹബീബെ പറയാ, ഞാൻ അള്ളാന്റെ ദൂതനാണെന്ന് പറയും ഹബീബെ. വീണ്ടും ഹബീബ് പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പലതവണ ആവർത്തിക്കുകയാണ്. ഓരോ തവണ ആവർത്തിക്കുമ്പോഴും മഹാനായ ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പച്ചയായ ശരീരത്തിൽ നിന്ന് മുസൈലിമയുടെ കിങ്കരന്മാർ വലിയ കത്തികളുമായി ശരീരത്തിൽ നിന്ന് പച്ചമാംസം അരിഞ്ഞെടുക്കുകയാണ്. വീണ്ടും പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ഷഹാദത്തിന് വേണ്ടി, ഈ പ്രവാചകന് വേണ്ടി, പ്രവാചക സ്നേഹത്തിന് വേണ്ടി അവരൊക്കെ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും കഴിയുമോ? അതിൻ്റെ ഒരു അംശത്തിലേക്ക് പോലും എത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തം ശരീരത്തേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച ഒരു വിഭാഗം ഇന്നോ എന്താ പ്രവാചക സ്നേഹം? ഇന്നെന്താ പ്രവാചക സ്നേഹം? നമ്മൾ അറിയണം. നമ്മൾ വിശ്വാസികളാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടാണ്. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എങ്ങനെയൊക്കെ ജീവിതത്തിൽ കഴിയുമോ അങ്ങനെയുള്ള കഴിവിൻ്റെ പരമാവധി മേഖലകളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എന്നല്ലാതെ നമുക്ക് പ്രവാചക സ്നേഹത്തിന് മറ്റൊരു വഴിയില്ല, മറ്റൊരു കുറുക്കു വഴിയില്ല. പക്ഷേ ഇന്ന് പ്രവാചകനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ചില ദിവസങ്ങളും ചില മാസങ്ങളും മാറ്റിവെക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഇസ്ലാമിലെ യാതൊരു തരത്തിലുള്ള അടയാളങ്ങളും ഇല്ലാത്ത, ഇസ്ലാമിൽ യാതൊരു രൂപത്തിലുള്ള തെളിവുകളും ഇല്ലാത്ത ജന്മദിന ആഘോഷങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തികളുടെയും കുട്ടികളുടെയും ജന്മദിനം ആഘോഷിച്ചു തുടങ്ങി. പക്ഷേ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. മുമ്പൊക്കെ നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ അത് ആ ഒരു ദിവസമായിരുന്നു. ഇന്ന് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളോടുകൂടി റബിയുൽ അവൽ മാസത്തെ സ്വാഗതം ചെയ്യുകയാണ്. മർഹബൻ യാ റബിയ, പല പേരുകളിൽ വർണ്ണാഭമായ പോസ്റ്ററുകൾ അടിച്ചുകൊണ്ട് പ്രവാചകന്റെ മദ്ഹ് എന്ന് പറഞ്ഞ് പുകഴ്ത്തി പാടിക്കൊണ്ട് അനിസ്ലാമികമായ ആഘോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ സ്വഹാബികളുടെ ജീവിതത്തിലോ പ്രവാചകന്റെ പത്നിമാരുടെ ജീവിതത്തിലോ എവിടെയും ഒരു മാതൃകയില്ലാത്ത ഈ രൂപത്തിലുള്ള മൗലിദ് ആഘോഷങ്ങൾ ആലോചിച്ചോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷം ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയായിരുന്നു. വേണ്ട, പ്രവാചകന് 40 വയസ്സിലാണ് പ്രവാചകന് നുബുവത്ത് കിട്ടുന്നത്. നുബുവത്തിന് ശേഷം 23 വർഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. ഒരു ദിവസം പോലും ഇന്നെൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് ഒരു കാരക്കച്ചുകൾ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടില്ല ആർക്കും. പ്രവാചകൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, എനിക്ക് ഖുർആൻ അവതരിക്കപ്പെട്ടതും തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസത്തെ എൻ്റെ ജന്മദിവസത്തെ എൻ്റെ സുന്നത്ത് എന്താ? നോമ്പ് നോൽക്കല. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തതാ. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? പ്രവാചകൻ ഒരിക്കൽ പോലും നീണ്ട 63 വർഷത്തെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദിവസം പോലും പ്രവാചകൻ അത്തരത്തിൽ തൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പ്രവാചകന്റെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീണ്ട 2.5 വർഷം ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, അവരൊന്നും സ്നേഹിച്ചതുപോലെ ആലോചിച്ചോക്ക്. ഹിജറയുടെ സമയത്ത് അറിയാം നമുക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും രണ്ടുപേരും ഒറ്റയ്ക്ക് ഹിജറ പോകുന്ന ചരിത്രത്തിൽ ഈ അടക്കെന്തെയും അബൂബക്കർ റളിയല്ലാഹു മുമ്പ് കൂടെ നടക്കും, പ്രവാചകൻ്റെ മുമ്പിൽ നടക്കും, ഇടയ്ക്ക് പിറകിൽ നടക്കും. അപ്പോൾ ഇതെന്തിനാ ചോദിച്ചപ്പോൾ, പ്രവാചകരെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ആക്രമണം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് തടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിക്ക് പോകുന്നതോ ബാക്കിൽ നിന്ന് എന്തെങ്കിലും ആക്രമണം നിങ്ങൾക്ക് തടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തത്തേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു 1 ദീനാറ് പോലും അതിൻ്റെ പേരിൽ ചിലവഴിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. എവിടെ നിന്ന് കടന്നു വന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം യാതൊരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന് യാതൊരു തെളിവും അടിസ്ഥാനവുമില്ല. പക്ഷേ നമ്മൾ അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ഹിജറയുടെ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12-ാമത്തെ ദിവസം ഒരു തിങ്കളാഴ്ച പൂർവാഹന സമയത്തായിരുന്നുവെന്നുള്ളത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് അതേ സമയത്ത് റബീഉൽ അവ്വലിൻ്റെ പേരിൽ, പ്രവാചകന്റെ ജന്മദിനത്തിൻ്റെ പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ആ പ്രവാചകൻ വഫാത്തായ ദിവസം പ്രവാചകന്റെ മരണവാർത്ത, വഫാത്തിന്റെ വാർത്ത മദീനയിലാകെ പരന്നു. സഹാബികൾ പ്രവാചകന്റെ വീടിന് ചുറ്റിലേക്കും വന്നു. അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ വാള് ഊരിപ്പിടിച്ചെടുക്കുകയാ. വാള് കയ്യിൽ ഊരിപ്പിടിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, എൻ്റെ നബി മരണപ്പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ഉടലിൽ പിന്നെ കഴുത്തുണ്ടാകൂല. ആലോചിച്ച് നോക്ക്, ഏത് ഉമറ?
മുഹമ്മദിന്റെ തലയെടുക്കാൻ വന്ന ഉമർ പറയാ, മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്തിനു മേൽ തലയുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു നീണ്ട 10.5 വർഷം ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായിരുന്നു. ഒരു ദിവസം പോലും ആഘോഷിച്ചിട്ടില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നീണ്ട 12 വർഷം ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായിരുന്നു. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം കഴിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 2 മക്കൾ മരണപ്പെട്ട സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറഞ്ഞു, ഉസ്മാനെ, എനിക്കൊരു മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വിവാഹം കഴിച്ചു തരുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇരുന്നിരുന്ന സദസ്സിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരികയാണെങ്കിൽ പ്രവാചകൻ ഒരു പ്രത്യേക ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പ്രവാചകൻ ലജ്ജയായിരുന്നു ഉസ്മാന്റെ മുമ്പിൽ. അത്രയ്ക്ക് പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരിക്കൽ പോലും ഈ രൂപത്തിൽ ഒരു ബർത്ത്ഡേ, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ, ഒരിക്കൽ വന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾക്ക് ഇന്നയാണോ ഇഷ്ടം കൂടുതൽ അതോ ഫാത്തിമാനോ ഇഷ്ടം? പ്രവാചകനെ ഉത്തരമുട്ടിക്കുന്ന ചോദ്യം. അപ്പോൾ നബി പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുപോലെ ഫാത്തിമാനെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നീണ്ട 5 വർഷം ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായിരുന്നു. ഒരിക്കൽ പോലും ഈ രൂപത്തിൽ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. മഹദിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ 48 വർഷം ജീവിച്ചു. 48 വർഷം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 55 വർഷം ജീവിച്ചു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ 24 വർഷം ജീവിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ 35 വർഷവും സൗദ റളിയല്ലാഹു അൻഹ 13 വർഷവും പ്രവാചകന്റെ വഫാത്തിന് ശേഷം ജീവിച്ചു. അവരാരും ചെയ്തു കാണിച്ചു തരാത്ത ഒരു മാതൃക ഇന്ന് പ്രവാചകന്റെ മൗലിദിന്റെ പേരിൽ, പ്രവാചകന്റെ ജന്മദിനത്തിൻ്റെ പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മളെ ഈ വിഷയം പഠിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഇതിൻ്റെ മെസ്സേജുകൾ എത്തിക്കണം. ഇതെത്രത്തോളം ഗൗരവമാണ്, ഇത് എവിടെ നിന്ന് കടന്നു വന്നതാണെന്ന് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം. അല്ലേ? നബിയുടെ മൗലിദിൻ്റെ പേരിൽ എന്തൊക്കെയാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിൽ? ആലോചിച്ചോക്ക്, മൗലിദിൻ്റെ പേരിൽ പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരിച്ചറിയണം നമ്മൾ ഇതിൻ്റെയൊക്കെ ഗൗരവത്തെക്കുറിച്ച്. ആലോചിച്ചോക്ക്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും ബവാബും ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. പാട്ടുപാടി ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. നബിയുടെ മൗലൂദ് വീട്ടിലൊക്കെ ഓതണം, എന്നാലോ എല്ലാ മുസീബത്തും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും, കള്ളൻ്റെ ശല്യം ഒഴിവാകും, മറ്റ് സിഹിറിൻ്റെ അതുപോലെയുള്ള ഹസദിൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിക ലോകം ഒരിക്കലും പഠിപ്പിക്കില്ലാത്ത ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ആരായത് കൊണ്ടുവന്നത്? കൊണ്ടുവന്നത് ഈ നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന പുരോഹിത വിഭാഗത്തിൻ്റെ പഴയകാല നേതാവ് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എഴുതി പാടി. എന്താ പാടിയത്? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, മലിക്കുൽ മുലഫർ ധീരനായ രാജനാ, ഹർബൽ ഭരിച്ചവൻ ധർമ്മിഷ്ഠനാ. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അപ്പം മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, പിന്നെ അത് അന്നേ വന്നത് ഹിജ്റ 300 ശേഷം വന്നതാ.
ആരാ കൊണ്ടുവന്നത്? മലിക്കുൽ മുദഫർ. മലിക്കുൽ മുദഫർ ധീരനായ രാജന, ഹിർബൽ ഭരിച്ചവൻ ധർമ്മിഷ്ഠന. മലിക്കുൽ മുദഫർ ധീരനായ ഒരു രാജാവായിരുന്നു, അദ്ദേഹം നല്ലൊരു ധർമ്മിഷ്ഠനായിരുന്നു. അപ്പോൾ പ്രവാചകൻ്റെ ഹുബ്ബ് അങ്ങോട്ട് കൂടിയിട്ട് ഇയാൾ കുറച്ച് ആടിനെ കറുത്തിട്ട് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അറിയാം ഹിജ്റയുടെ 600 കാലഘട്ടങ്ങളിലാണ് ഈ മുദഫർ രാജാവ് ജീവിച്ചിരുന്നത് എന്നെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ സുന്നി പണ്ഡിതന്മാരെ വരെ അംഗീകരിക്കുന്ന ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്, ഇന്ന അമലൽ മൗലൂദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഇന്ന അമലൽ മൗലൂദി, ഈ മൗലൂദ് കഴിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഹദസ ബഅദ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്നതാ. ഏതാ 3 നൂറ്റാണ്ട്? ഏതാ 3 നൂറ്റാണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഖൈറുന്നാസി ഖർനി, ഏറ്റവും ഉത്തമമായ ഉമ്മത്ത് നൂറ്റാണ്ട് ഏതാ? എൻ്റെ നൂറ്റാണ്ടാ, സ്വഹാബികളുടെ നൂറ്റാണ്ട്. പിന്നെയോ സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ പിൻപറ്റിയ താബിഉകൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ പിൻപറ്റിയ തബഉ താബിഉകൾ. ഈ 3 നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ 3 നൂറ്റാണ്ടിൽപ്പെട്ട ആരും ഇതാരും ചെയ്തിട്ടില്ല. അതിനുശേഷം ഹിജ്റയുടെ 600 കാലഘട്ടങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത് ഹിജ്റ 11ാമത്തെ വർഷം. ഹിജ്റയുടെ 600 കാലഘട്ടങ്ങളിലാണ് ഈ മൗലിദ് ആഘോഷം ഈ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത്. ആധികാരികമായി മുസ്ലിം സമൂഹത്തിന് ആകെയുള്ളത് 2 ആഘോഷമാണ്. നമുക്കറിയാം, നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ പേരിൽ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിലുള്ള അനാചാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്കാകെയുള്ളത് 2 പെരുന്നാളുകളാണ്, ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ആഘോഷവും നമുക്കില്ല. പക്ഷേ എന്നിട്ടും ഈ രൂപത്തിൽ മൗലിദിൻ്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പ്രവാചകനെ സ്നേഹിക്കലാണെന്ന് പറയുന്നു അല്ലേ? 1987 നവംബർ മാസത്തിൽ പുറത്തിറങ്ങിയ അരിസാല മാഗസിനിൽ പറയണത് എന്താ അറിയോ? അരിസാലയുടെ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ഇറക്കുന്ന മാസികയാണ് അരിസാല മാസിക. അരിസാല മാസികയിൽ പറയാണെന്ത്? നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം മുസ്ലിങ്ങൾക്ക് നബിയുടെ ജന്മദിനത്തേക്കാൾ ആനന്ദമായ മറ്റൊരു ആഘോഷമില്ല. ആലോചിച്ചോക്ക്, 1987 പറയാ നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. ഏത്? പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. നഊദുബില്ലാ. മുസ്ലിങ്ങൾക്ക് നബിയുടെ ജന്മദിനത്തേക്കാൾ കഴിഞ്ഞ് മറ്റൊരു ആഘോഷമില്ല. അതാണ് ഏറ്റവും വലിയ ആഘോഷമെന്ന് സാധു ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്ന്, ഈ 1987 തന്നെ സുന്നി വോയിസിൽ ജൂലൈ മാസത്തിലൊരു ചോദ്യം. എന്താ ചോദ്യം? നമസ്കരിക്കാത്തവർ മൗലൂദ് കഴിച്ചാൽ കൂലി കിട്ടുമോ? അങ്ങനെയല്ല. അപ്പം നമ്മളെ നാട്ടിലൊക്കെ എന്താ അന്ന് കാണുന്നത്? റമദാനിൽ കയറി പിന്നെ കാണൂല അവരെ. പിന്നെ ഓലെ പള്ളിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം? റബിയുൽ അവ്വൽ വരണം, അന്നൊരു ദിവസത്തിന് അല്ലേ? എന്നിട്ട് അതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തങ്ങൾ. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സ്വദഖ, വഴിയിൽ നിന്നൊരു തടസ്സം നീക്കൽ സ്വദഖയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്നതോ റബിയുൽ അവ്വൽ 12 ആകുമ്പോൾ അന്നത്തെ ദിവസം പേപ്പർ എടുത്ത കാണാം ട്രാഫിക് നിയന്ത്രണങ്ങളുടെ പേരുകളാണ് അല്ലേ? ഇന്ന ടൗണിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ട്രാഫിക് നിയന്ത്രണം. എന്താണ്? സംഘടനകൾ വാരിക്കോരി നടത്തുന്ന ജന്മദിന റാലികൾക്ക് സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ടോ നസറാനികൾ, ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിൻ്റെ രൂപമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉണ്ണി മുഹമ്മദിൻ്റെ രൂപമുണ്ടാക്കുന്ന കാലമായി അല്ലേ? കൂട്ടത്തിലൊരു കുട്ടിയെ നല്ലൊരു കന്തൂറയും ഒരു തൊപ്പിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒരു ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി ഇങ്ങനെ കൊണ്ടുപോവുക. നാട്ടിലെ കള്ളു കുടിച്ച് അടക്കുന്ന ചെറുപ്രായക്കാർ വായിലേക്ക് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തീപ്പന്തങ്ങളുണ്ടാക്കി കളിക്കുക. ആലോചിച്ചു നോക്കണം.
പള്ളിയിലേക്ക് പോകാൻ പാടില്ലെന്ന് തടഞ്ഞു നിർത്തിയ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെയും നബിദിനത്തിൻ്റെ പേരിൽ അങ്ങാടിയിലിറങ്ങി തെണ്ടി നടക്കുക. ആലോചിച്ച് നോക്ക്. ഇവിടെ സുന്നി വോയിസ് മാസികയിൽ ചോദിക്കുകയാണെന്ത്, നമസ്കരിക്കാത്തവർ മൗലൂദ് കഴിച്ചാൽ കൂലി കിട്ടുമോ? കാരണം ഉസ്താദുമാർക്ക് പോക്കറ്റാ പ്രധാനം. ഉത്തരം കൊടുക്കണം എന്താ? കൂലി കിട്ടുന്നതാ. നിസ്കരിക്കാത്തവൻ നോമ്പ് നോറ്റാൽ കൂലി ലഭിക്കുന്നത് പോലെ മൗലൂദ് കഴിച്ചാലും കൂലി കിട്ടുന്നതാ. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എവിടുന്ന് ഈ ജന്മദിനങ്ങളും ആഘോഷങ്ങളും അത്തരത്തിലുള്ള ആഘോഷങ്ങൾ കടന്നു വന്നത്? അല്ലേ, നമ്മുടെ നാട്ടിലെ ജന്മദിനങ്ങൾ, നാട്ടിലെ പ്രമുഖരായ മരണപ്പെട്ടു പോയ രാഷ്ട്രീയ നേതാക്കളുടെ ഗാന്ധി ജയന്തി ഉണ്ടാവും, നെഹ്റുവിൻ്റെ ഇതുണ്ടാവും, അംബേദ്കറിൻ്റെ ഉണ്ടാവും. അവിടെയൊക്കെ ജയന്തികൾ നമ്മൾ ആഘോഷിക്കും നാട്ടിൽ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകൻ, അവരുടെ ദൈവമെന്ന് പറയുന്ന നമ്മുടെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു ഡിസംബർ 25 ക്രിസ്മസ് എന്ന പേരിൽ. നമ്മൾ ആലോചിച്ച് നോക്ക്. ഈ കൊല്ലത്തെ ഏറ്റവും രസകരമായൊരു സംഭവം എന്താ അറിയോ? ഡിസംബർ 24 നബിദിനം, ഡിസംബർ 25 ക്രിസ്മസും. ഈ മുസ്ലിം ഉമ്മത്തിന് വന്നൊരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഅന്ന സുനന മിൻ ഖബലിൻ, മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ സുന്നത്തുകൾ, അവരെ ആചാരങ്ങളെ നിങ്ങൾ പിന്തുടരുന്നൊരു കാലം വരും. ശിബിറം ബിശിബിരിൻ ദിറാഅൻ ബിദിറാഅൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരുടെ ആചാരങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും കടമെടുക്കുന്ന പിൻപറ്റുന്ന ഒരു കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ പറയുന്നു, അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിലാണോ കയറുന്നത്, നിങ്ങളും അതിൽ തിരികെ കൂട്ടി കയറുമെന്ന്. ആലോചിച്ച് നോക്ക്. ക്രിസ്ത്യാനികൾ ഉണ്ണി യേശുവിൻ്റെ രൂപമുണ്ടാക്കി, ഇന്ന് ഉണ്ണി മുഹമ്മദിൻ്റെ രൂപം. അറിയണം ഇതിൻ്റെ ഗൗരവം. നമ്മളാലോചിക്കുക, എന്താ ഇപ്പോൾ ഇതിനൊക്കെ എത്ര പ്രശ്നം അല്ലേ? ഒരു നബീൻ്റെ പേരിൽ ഒരു മുട്ടായി കൊടുത്താൽ, ഒരു പായസം ഉണ്ടാക്കി കൊടുത്താൽ, 4 ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ, കുട്ടികളെ കൊണ്ട് ദഫ് കളിപ്പിച്ചാൽ, പാട്ട് പാടിച്ചാൽ, എന്തേ നബിയുടെ മദ്ഹല്ലേ? എന്താ പ്രശ്നം അല്ലേ? ചോദിക്കും പലരും, മൗലൂദല്ലേ, മുട്ടായി കൊടുക്കുകയല്ലേ, ബിരിയാണി കൊടുക്കല്ലേ, നബിയുടെ കുറിച്ചുള്ള പാട്ട് പാടുകയല്ലേ? പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതായ ഒന്നും ഈ പരിശുദ്ധമായ ദീനിലേക്ക് കൂട്ടിച്ചേർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരെങ്കിലും മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്കറിയാം. പ്രവാചകന്റെ നിന്നല്ലാത്ത എന്തെങ്കിലും കാര്യം, മൻ അഹദസ ഫീ അംദിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, എൻ്റെ സുന്നത്തില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മളിത് മനസ്സിലാക്കണം. ഇത് അറിയാത്ത ആളുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ. അതല്ലെങ്കിൽ ഇനിയും ഈ സമൂഹം അത്തരത്തിലുള്ള അഗാധ ഗർത്തങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക് കൂപ്പുകുത്തിപ്പോകും. അതിന് തടയിടേണ്ടത്, ഒരു തെറ്റ് കണ്ടാൽ അതിന് തടയിടേണ്ടത്, അവരെ തടുക്കേണ്ടത് മുസ്ലിങ്ങൾ എന്ന നിലക്ക്, മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ബാധ്യതയാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഅയ്യിറുഹു ബിയദിഹി ഫഇല്ലം തസ്തതി ഫബിലിസാനിഹി ഫഇല്ലം തസ്തതി ഫബിഖൽബിഹി. തെറ്റ് കണ്ടാൽ തടയുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇനി മാത്രമല്ല, ബിദ്അത്ത് ദീനിൽ ഉണ്ടാക്കുക എന്നുള്ളത് നാളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അത് നിഷേധിക്കപ്പെടുന്ന കാര്യമാണ് എന്നതുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത് അവസാനമായി പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ഈ രൂപത്തിലുള്ള നബിദിനം ആഘോഷിക്കുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ ലോകത്തിന്, മുസ്ലിം ലോകത്തിന് വന്ന ഏറ്റവും വലിയ നഷ്ടമെന്നുള്ളത്, ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ആ മുഹമ്മദ് നബിയുടെ വഫാത്താണ് ഏറ്റവും വലിയ നഷ്ടം. ആ
ആ വഫാത്ത് സംഭവിച്ചത് ഹിജറയുടെ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച ഒരു പൂർവാഹനത്തിൻ്റെ സമയമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അല്ലേ? മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് അലാ ഇന്നലിൽ മൗതി സഖറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞ് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ഇലാ റഫീഖിൽ അഅ്ലാ, ഇലാ റഫീഖിൽ അഅ്ലാ, ഇലാ റഫീഖിൽ അഅ്ലാ, ഏറ്റവും ഉന്നതനായ കൂട്ടുകാരിലേക്ക് ഞാൻ മടങ്ങുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ രൂപത്തിൽ പ്രവാചകന്റെ മൗലിദിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന ദിവസം യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആഘോഷിക്കുന്നത് പ്രവാചകന്റെ മരണമാണ്. അതൊരു മുസ്ലിമിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ് പ്രിയപ്പെട്ടവർ. നമ്മൾ വിശ്വാസികളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നമ്മുടെ ആരെങ്കിലും ആ രൂപത്തിലെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ ഇതിൻ്റെ സന്ദേശങ്ങൾ പരമാവധി ആളുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എത്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. നമസ്കരിക്കാത്തവന് പോലും മൗലൂദ് ഓതിയാൽ കൂലി കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലം തിരിച്ചറിയണം നമ്മൾ. മാത്രമല്ല ഹൗലുൽ കൗസർ പോലും തടയപ്പെടുന്ന ഗൗരവമേറിയൊരു കുറ്റകൃത്യം. അതുകൊണ്ട് നമ്മൾ അവസാനമായി പ്രിയപ്പെട്ടവരെ ആവശ്യപ്പെടുകയാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് മൗലൂദ് കഴിച്ചുകൊണ്ടല്ല. സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാനത് സൂചിപ്പിച്ചിരുന്നു, അല്ലേ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പുലർത്തിക്കൊണ്ട്, നമ്മുടെ വസ്ത്രധാരണ വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മുടെ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങളെല്ലാം നന്നാക്കിയെടുത്തുകൊണ്ട്, നമ്മുടെ ജീവിതം മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട്, തെറ്റിൻ്റെ വഴികളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട്, നന്മയുടെ വഴിയിൽ പരമാവധി മുന്നേറിക്കൊണ്ട് ആ പ്രവാചകനെ നമ്മൾ പിൻപറ്റണം, ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടണം, ആ പ്രവാചകന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം. എങ്കിലേ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയാൽ മാത്രമേ നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. പരലോകത്തെ വിചാരണകളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രവാചകന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ, നന്മയുടെ വഴിയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ദാഹമില്ലാത്ത രൂപത്തിലുള്ള വെള്ളം, പാലിനേക്കാൾ ശുദ്ധമായ വെള്ളം, പാലിനേക്കാൾ വെള്ളയായ വെള്ളം, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വെള്ളം, ആ വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കണമെങ്കിൽ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം, പ്രവാചകനെ നമ്മൾ പിൻപറ്റണം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകൾ, ഫർളുകളും സുന്നത്തുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരമാവധി ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കാൻ, പ്രവാചകന്റെ മേലിലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ബിദ്അത്തിന്റെ സ്വലാത്തുകളല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട്, പ്രവാചകന്റെ അത്തരത്തിലുള്ള ദിക്റുകളും ദുആകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ, ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും, അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താനും, പിറകോട്ട് വലിക്കുവാനുമുള്ള ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ മേഖലകളിൽ പരമാവധി മുഴുകി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവേയും അല്ലാഹുവിൻ്റെ റസൂലിനെയും കാണുവാൻ, കൺകുളിർക്ക് കാണുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഓഫർ ചെയ്തതുപോലെ നബിമാരുടെ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ നമ്മളെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.